ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ചെറിയൊരു ഒരു 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 എന്താ പറയുക, മോനുള്ളതല്ലേ. അപ്പോൾ മോനുള്ള സമയത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഓർമ്മ വന്ന് എടുക്കാൻ. കാരണം അലക്കലൊക്കെ കഴിഞ്ഞു, മോൻ്റെ ഡ്രസ്സൊക്കെ അലക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതൊക്കെ അലക്കി ഇട്ടപ്പോഴാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ. അപ്പോൾ ഇന്നലെ ബീച്ചിൽ പോയിട്ട് എൻ്റെ മുഖമൊക്കെ ആകെ ഡള്ളായിക്കണോ ഗൈസ്, കണ്ടോ, ആകെ ഡള്ളായിക്കണോ. അപ്പോൾ ഞാൻ എന്താണെന്നറിയോ, മുൾട്ടാണി മിട്ടില്ലേ, പൗഡർ, അത് കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ സാധാ പച്ചവെള്ളം ചേർത്തിട്ട് ഞാൻ മുഖത്ത് തേക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുത്തിയത് എന്നോട് ലൈവിൽ ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ട്, സപ്പോസ് എന്തെങ്കിലും മുഖത്ത് തേക്കലുണ്ടോ. അപ്പോൾ ഞാൻ ഈ മുൾട്ടാണി മിട്ടി ഇടക്ക് കേട്ടോ, ഇടയ്ക്ക് ഞാൻ തേക്കലുണ്ട്. അപ്പോൾ ഇത് തേക്കട്ടെ. ഓക്കെ, തേച്ചിട്ട് കാണാം. അപ്പോൾ ഇത് മുഖത്ത് തേക്കാം കേട്ടോ. ഇത് മുഖത്ത് തേച്ചിട്ട് കാണിക്കാം കേട്ടോ നിങ്ങൾക്ക്, അതാവും നല്ലത്. അപ്പോൾ ഗൈസ്, ഞാൻ മുഖത്ത് മുൾട്ടാണി മിട്ടി തേച്ച് കേട്ടോ. തലക്കല്ല കുറച്ചായി, അതൊന്നും നോക്കണ്ട ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഇത് തേച്ചാൽ സംസാരിക്കരുത്. മുൾട്ടാണി മിട്ടി തേച്ചിട്ടാ. ഇനി ഞാൻ കുറച്ച് നേരം ഫാനിലോട്ട് പോയിരിക്കും. ചിലപ്പോൾ കുറച്ച് നേരം അല്ലെ ഇവിടെ തന്നെ ഇരിക്കും, ഇവിടെ തന്നെ ഇരിക്കാം. ഓക്കെ, പിന്നെന്താണ് ഗൈസ് വിശേഷം? അപ്പോൾ മോനിവിടെ ഉണ്ട് കേട്ടോ. മോനിവിടെ ഉണ്ട്, ഒരുമാതിരി ഉണ്ടല്ലേ. അപ്പം സാരല്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാ, പേടിച്ചെടുത്താലും. ഓക്കെ, ഒരു എൻ്റെ എന്താ ക്ലിയർ ഇല്ലാത്ത. ഓക്കെ, ഇനി ഇത് ഉണങ്ങട്ടെ ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കൂല കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാൻ നോക്കട്ടെ, എനിക്ക് റീൽസ് എടുക്കാണ്ട്. ഓക്കെ, ഇത് ഉണങ്ങിയിട്ട് ഡ്രൈ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, മുഖത്തെ കുറേയൊക്കെ ഇവിടുത്തൊക്കെ ഡ്രൈ ആവുന്നുണ്ട്. ഇവിടെ മൂക്കിൻ്റെ അവിടെ, നെറ്റിൻ്റെ അവിടെയും ഒക്കെ ഡ്രൈ ആയിട്ടോ. ഇവിടെയും കൂടെ ഡ്രൈ ആവാണ്ട് ഉണ്ടോ, കൈമലാവുണ്ട്. അപ്പോൾ അതും കൂടെ ഉണങ്ങട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞു, പക്ഷെ ഉണങ്ങിയിട്ടില്ല. ഞാൻ സംസാരിക്കാതെ നിൽക്കാണ്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കഴുകും കേട്ടോ. ഗൈസ്, മുഖം ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട്, ഇവിടെ മാത്രം ചെറുതായിട്ട് ഒന്ന്. അപ്പം ഞാൻ മുഖം ഒന്ന് കഴുകട്ടെ. ഓക്കെ, മുഖം കഴുകിയിട്ട് നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം ഗൈസ്. ഓക്കെ, അല്ല, ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്താണ് ഒരു അങ്ങനെ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ മുഖം കഴുകിയപ്പോൾ കുഴപ്പമില്ലാതെ എന്തൊക്കെ മാറ്റങ്ങൾ ചെറുതായിട്ടൊക്കെ, അയ്യോ നൂല് ചെറുതായിട്ടൊക്കെ സംഭവിച്ചിരിക്കണമെന്ന് തോന്നണം. അറിയില്ല, ആർക്കറിയാം. നിങ്ങൾക്കൊക്കെ അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. ഞാൻ സിറ്റ് ഔട്ട് കൊന്നുകൊണു കേട്ടോ. സിറ്റ് ഔട്ട് കൊന്നുകൊണോ, നിങ്ങൾക്കിന്ന് ക്ലിയർ ആയി തോന്നുന്നുണ്ട്. കരുവാളിപ്പൊക്കെ പോയ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, മുഖം കഴുകി. ഇനി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഓരോരോ ആലോചനകളും ചിന്തകളുമായി ഇങ്ങനെ ഞാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും ഗൈസ്. നിസ്കരിക്കാനിപ്പോൾ ഒന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിനി കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുള്ളൂ. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. പിന്നെന്താ ഗൈസ് വിശേഷം? മോനവിടെ ഉണ്ട് കേട്ടോ. നേരത്തെ എൻ്റെ ഓരോ നവരസങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ മോനവിടെ ഉണ്ട്. ഇനിയിപ്പോൾ മോനെ നാലാം ദിവസം രാവിലെ കൊണ്ടാക്കും കേട്ടോ, ദർസ് കൊണ്ടാക്കും. പിന്നെ റീസ മോൾ ഇതവിടെ, ഈ മോൾ ഇതവിടെ. ഞങ്ങളൊക്കെ മാങ്ങ വെച്ചിരിക്കലയ്യ, പഴുത്ത മാങ്ങ ആ കൂട്ട്. നേരെ പല്ല് ഇല്ലാതെ കാണും. എന്നിട്ട് കമൻറ്റ് വരും, അയ്യോ മോളെ പല്ല് അവിടെ പോയി. പിന്നെന്താ ഗൈസ് വിശേഷം? സുഖമാണോ വെച്ചൊക്കെ? ഇനി നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആവണം എനിക്ക്. ഓക്കെ, ബൈ ബൈ ബൈ.
അപ്പോൾ മുത്തുമണികളെ മോനൂന് കൊണ്ടുപോകാനുള്ള മോൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അയൺ ചെയ്യട്ടോ. ഞാനിവിടെ വീട്ടിൽ നിന്ന് തന്നെയാണ് അലക്കിയതൊക്കെ കേട്ടോ. അപ്പോൾ ഓന് ജുബയും തുണിയും പിന്നെ തലകെട്ടൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. പിന്നെ ഓരോ അവിടുന്ന് ഉടുക്കണ തുണി ഇതൊക്കെ ഉണ്ട് കേട്ടോ. അല്ല അതും ഞാൻ അയൺ ചെയ്തിട്ട് കൊടുത്തേക്കാൻ വിചാരിച്ചു. കാരണം ഒരു 12-ാം തീയതി ഒരു സിയാറത്തിന് പോവാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാനിനി കുളിക്കാൻ പോവാട്ടോ. മോൻ്റെ ഡ്രസ്സൊക്കെ ഇസ്തിരി ഇട്ട് കഴിഞ്ഞ് ഒക്കെ സെറ്റാക്കി ബാഗിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേഗം കുളിച്ചിട്ട് ചോറ് കഴിക്കണം. ഓക്കെ, കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ കുളിച്ച് വന്ന് ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഡ്രസ്സ് വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വലിയ പണിയൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് വലിയ മുഷിപ്പൊന്നുമില്ല. അപ്പോൾ ഞാനിനി കുറച്ച് കഴിഞ്ഞാൽ പോകും. അപ്പോൾ ചോറ് കഴിക്കാട്ടോ. ചിക്കൻ പൊരിച്ചുണ്ട്, മുതിരക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. ചോറൊക്കെ കഴിച്ചിട്ടോ. ഇനി കുറച്ച് നേരം കിടക്കണം. കിടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കോട്ടേഴ്സിൽ പോകും. ഒരു 4 മണിയാകുമ്പോൾ കോട്ടേഴ്സിൽ പോകും. കുറച്ച് നേരം കിടക്കുള്ളൂ. കിടക്കലൊന്നും ഉറങ്ങുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കിടക്കും തന്നെ. പിന്നെ ഇനി കോട്ടേഴ്സിൽ പോകും. പിന്നെ അവിടെ പോയിട്ട് ചോറ് വെക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. പിന്നെ വൈകുന്നേരം ലൈവ് വരും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ കോട്ടേഴ്സിൽ കൂടെ പോകണ ഇതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തും. എന്നിട്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഉറങ്ങാൻ പോട്ടെ, കുറച്ച് നേരം കിടക്കട്ടെ. അപ്പോൾ ഗൈസ് കുറച്ച് നേരം കിടന്നു. പിന്നെ ഒരുപാട് പേരെ ലൈവിലൊക്കെ പോയി സപ്പോർട്ട് ചെയ്തു കേട്ടോ. ഒരാളതിൽ മാത്രമേ ഞാൻ കമൻറ്റ് ഇടുള്ളൂ, ബാക്കിയൊക്കെ ഞാനിങ്ങനെ നോക്കിയിരിക്കട്ടോ ചെയ്തത്. അപ്പം ഇനി ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ചായ കുടിച്ചിട്ട് നേരെ കോട്ടേഴ്സ് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ചോറും ഇതൊക്കെ വെക്കാണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ പോകണം. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ചായ കുടിച്ചോ? ഞാൻ നമ്മളിതാ മോൻ ഇവിടെ ഉണ്ട് കേട്ടോ. മോനിനെ കാണിക്കണില്ല. ഓക്കെ, അപ്പം ഇനി ചായ കുടിക്കട്ടെ. അപ്പോൾ പാൽച്ചായയും നല്ല പാൽച്ചായയും അതേപോലെ പൂരം വറുത്ത പൊടിയില്ലേ, പൂരം വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. ചായ വെച്ച് കഴിക്കാൻ എനിക്ക് ഇഷ്ടം കേട്ടോ.
അപ്പോൾ മോള് ബാക്കിയിട്ടപ്പോൾ അത് ഞാൻ എടുത്തുട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാട്ടോ ഞാൻ ഓൾത് കൊടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊന്നും എനിക്ക് ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ കോട്ടേജ് പോവാട്ടോ, ഞാനും റയ്യാനും റിസിയും കോട്ടേജ് പോവാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. മോനോട് തൊപ്പി കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പോൾ ബൈ. റിസിയും കോട്ടേജ് പോവാട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.